ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റുമായിട്ട് ഇന്നിപ്പോൾ അല്പസമയം മുന്നേ മമ്മൂട്ടി കമ്പനി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതുപ്രകാരം സിനിമയുടെ ഏറ്റവും പുതിയൊരു ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി. വെറും ഒരു ടീസർ അല്ല, മറിച്ച് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സന്റെ സക്സസ് ടീസറാണ് മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഡൊമിനിക് എന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തിയേറ്ററുകളിൽ സക്സസ് ആയി മാറിയിരിക്കുന്നുവെന്ന് ആ ടീസർ കണ്ടന്റിൽ നിന്ന് വ്യക്തമാകുന്നു. സാധാരണ മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമകളുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ എല്ലാം തന്നെ പുറത്തുവിടാറുണ്ട്. എന്നാൽ ഡൊമിനിക്കിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ആ വലിയ കളക്ഷൻ പോസ്റ്റർ ഇന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉടനെ തന്നെ അതും പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം സക്സസ് ആയ മമ്മൂട്ടി കമ്പനിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സന്റെ ട്രാക്കേഴ്സ് കളക്ഷൻ പ്രകാരമുള്ള സക്സസ് അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും. മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ നായകനായി എത്തുന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മലയാളം സിനിമകളിലൊന്നാണല്ലോ തുടരും. ചിത്രം യഥാർത്ഥത്തിൽ നേരത്തെ ജനുവരി 30-ാം തീയതി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്നതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. ഇനി സിനിമ എമ്പുരാന്റെ റിലീസിന് ശേഷം മാത്രമേ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. മെയ് മാസമാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട തുടരും അപ്ഡേറ്റ് എന്തെന്നാൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന രജപുത്ര സിനിമാസിന്റെ ബാനറിൽ രഞ്ജിത്ത് നിർമ്മിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടന്റെ 100 ദിവസങ്ങൾ ചിത്രീകരണം നടന്ന തുടരുമെന്ന സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഉണ്ട് എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. നിലവിലെ 20-25 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന സിനിമ ഒരുപക്ഷെ റിലീസിനോട് അടുക്കുമ്പോൾ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി ഒപ്പം തന്നെ പ്രൊമോഷൻ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ 25-30 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. ലാലേട്ടൻ സിനിമകളെ സംബന്ധിച്ച് ഇതൊരു വലിയ ബഡ്ജറ്റ് ഒന്നും തന്നെയല്ല, മീഡിയം ബഡ്ജറ്റ് ആണെങ്കിലും മലയാള സിനിമയുടെയും ചില പ്രമുഖ നടന്മാരുടെ സിനിമകളുടെ ബഡ്ജറ്റ് എന്ന നിലയിൽ നോക്കുക ണെങ്കിൽ അവർക്ക് ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും നടനായിരുന്നു തുടരുമെന്ന സിനിമയിലെ നായകനെങ്കിൽ ഈ ഫാമിലി പടത്തിന്റെ ബഡ്ജറ്റ് പരിപ്പുവട ബഡ്ജറ്റ് ആക്കാനും അതോടൊപ്പം തന്നെ പരിപ്പുവട റൈറ്റ്സിന് OTT ബിസിനസ് എല്ലാം തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമയായതുകൊണ്ട് തന്നെയാണ് സിനിമ നല്ലൊരു തുക OTTയിൽ നിന്നും കിട്ടുവാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ അത്യാവശ്യം നല്ലൊരു പ്രതിഫലം കൂടി ഈ സിനിമയിൽ നിന്നും നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ തുടരുമെന്ന സിനിമ നല്ലൊരു റിലീസ് സമയത്ത് തിയേറ്ററുകളിൽ എത്താനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.